സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഈ രാത്രികാലം ദാസിനെ ബലപ്പെടുത്തട്ടെ. കഴിഞ്ഞ രാത്രികാലം വിശ്വാസം എന്ന വിഷയമാണല്ലോ. എബ്രായ ലേഖനം 11 നിന്ന് അനേകരുടെ വിശ്വാസ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ രാത്രികാലം ദാവീദിനെയും ശമൂവേലിനെയും കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുവാനും കഴിഞ്ഞു. ആമേൻ. അവരൊക്കെ എങ്ങനെ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ആമേൻ. ശമൂവേല് നീതിയോടെ ന്യായപാലനം ചെയ്തു. ആമേൻ. എങ്ങനെയാണ് ആ ശമൂവേലിനെ കിട്ടിയതെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ഒരു ഹന്നായുടെ പ്രാർത്ഥന. സ്തോത്രം. ഒരു ശമൂവേലിനെ അവൾക്ക് വേണ്ടിയല്ല, ദേശത്തിന് വേണ്ടി ദൈവം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏവർക്കുമായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും കടന്നു വന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് എബ്രായ ലേഖനം 11 ഒടുവിലത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ 32 മുതലുള്ള ഭാഗങ്ങളൊന്നും ആരും വിവരിച്ച് പറയാറില്ല, പഠിക്കാറില്ല, ചിന്തിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മളത് കുറച്ചുകൂടെ ചിന്തിച്ചു. എന്നാൽ ഒത്തിരി ചിന്തിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്പമായിട്ട് അത്രേ ഉള്ളൂ. രണ്ടുപേരെ അരമണിക്കൂർ നേരം നമ്മൾ ചിന്തിച്ചു. ദാവീദിനെ കുറിച്ചും ശമൂവേലിനെ കുറിച്ചും വാതോരാതെ പറയാൻ വേണ്ടി ഉണ്ട്. ഒരു 2 ദിവസമോ 3 ദിവസമോ പറഞ്ഞാലും തീരാത്ത പോലെ അവരുടെ വിശ്വാസ ജീവിതം അങ്ങനെ കൊണ്ടുപോയവരാണ് ദാവീദും ശമൂവേലും ഒക്കെ. ശമൂവേലൊക്കെ മഴയില്ലാത്ത സമയത്ത്, കൊയ്ത്ത് കാലത്ത് മഴയില്ലാത്ത സമയത്ത് മഴ പെയ്യിപ്പിച്ചാളാണ്. അതൊക്കെ വായിക്കുന്നത് അത്ഭുതങ്ങൾ തോന്നിപ്പോവും. എന്താ വേടാ ഇത്? മഴയില്ലാത്ത സമയത്ത് ഇപ്പൊ ഇത് കൊയ്ത്ത് കാലമില്ലേ, മഴയില്ലല്ലോ, ഇടി മഴയും ഞാനിപ്പോ പെയ്യിപ്പിക്കാൻ പോകുന്നത്. അങ്ങനത്തെ വിശ്വാസമാണ് ശമൂവേലൊക്കെ കൊണ്ടു നടന്നത്. നമ്മള് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മളെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. അതിന്റെ 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കെട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഛേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ജടയാടയാടങ്ങളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം വിളിപ്പിച്ചിട്ടും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. മക്കളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചു കേട്ടത്. ഇത് വായിച്ചപ്പോ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ തോന്നി എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്റെ ഹൃദയത്തിൽ തോന്നിയത് ഭയങ്കരമായിരുന്നു. അവരിത്രയും കഷ്ടത അനുഭവിച്ചു. പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഈ പരീക്ഷ, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അടക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ ഈ ആടുകളെ തോൽ ഉരിച്ച ആ തോല് ജീവനുള്ള മനുഷ്യ ശരീരത്തിലാണ് ചുറ്റും, എന്നിട്ട് വെയിലത്തിടും. ഒന്ന് ധരിച്ചു ചിന്തിച്ചു നോക്കിയേ. അന്നേരം അത് ഒരു തോല് ഉണങ്ങി അവരുടെ ശരീരത്തോട് പറ്റിച്ചേരുക. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. ഈ ചില ആൾക്കാരുടെ പറച്ചിൽ ചെയ്ത ക്രിസ്തീയ ജീവിതം ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര രേഖനെ താമസിക്കുന്ന ആൾക്കാരുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനകത്തിൽ ഏത് കഷ്ടം അനുഭവിച്ച കഥ ഈ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഈ കഷ്ടം അനുഭവിച്ചത്?
വിശ്വാസത്താൽ, ഇനി നോക്കണം, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കി. രാജ്യങ്ങളെ അടക്കി. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? രാജ്യം അവർ പിടിച്ചടക്കി വിശ്വാസത്താൽ. നീതി നടത്തി. ആര് നടത്തി? ദൈവം നടത്തിയോ ഇവർ നടത്തിയോ? ആര് നടത്തിയെന്ന് എഴുതിയിരിക്കുന്നു? അവര് നടത്തി. വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായടച്ചു. സിംഹങ്ങളുടെ വായടച്ചത് വേറെ ഒരു രാജാവ് വായടച്ചത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. പക്ഷെ തന്നെങ്കിൽ അത് രാജാവാണെന്ന് ആരും സമ്മതിക്കത്തില്ല. പ്രാസംഗരെല്ലാം പറയുന്നത് ദാനിയേലാണെന്നാണ്. ദാനിയേല് ഒരക്ഷരം പോലും ആ കാര്യത്തിൽ മിണ്ടിയിട്ട് പോലും ഇല്ല. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഉറപ്പു തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. അതിനെ അവർ രാജസന്നിധിയിൽ രാജാവേ, യഹൂദ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയെ ആകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സ് വെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ടു ചെന്ന്, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധന കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവോട് ഉണർത്തിച്ചു. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്നു സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ട് വന്ന് ഗുഹയുടെ വാതിൽക്കൽ വെച്ചു. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതെ ഇരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ടും മഹത്തുക്കളുടെ മോതിരം കൊണ്ടും അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജധാനിയിൽ ചെന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ട് വന്നില്ല. ഉറക്കം അവനെ വിട്ടുപോയി. രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. താങ്ക് യു. ഇവിടെ നിങ്ങളെ ഏത് രീതിയിലും വേണേ വിശ്വസിച്ചോ, എങ്ങനെ വേണേലും വിശ്വസിച്ചോ. ഞാൻ ഒറ്റ കാര്യമേ വിശ്വസിക്കുന്നുള്ളൂ, അതേ പറയത്തുള്ളൂ. ദാനിയേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി രാജാവ് പരിശ്രമിച്ചു. രാജാവ് ഡിക്ലെയർ ചെയ്തു, നിന്നെ ജീവനുള്ള ദൈവം, നീ രാവും പകലും സേവിച്ചു വരുന്ന ജീവനുള്ള ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. രാജാവിന്റെ കൽപ്പനയും രാജാവ് ആ രാത്രി മുഴുവനും ഉറക്കളച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉപവസിച്ചു അത് മാത്രമല്ല, അതിരാവിലെ എഴുന്നേറ്റ് ദാനിയേലിനെ വിളിക്കുന്നതിന് വേണ്ടി ഗുഹയുടെ അടുക്കൽ പോയി. ദാനിയേലിന്റെ വിശ്വാസം അവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് രാജാവിന്റെ വിശ്വാസമാണ് പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യൻ ജീവനുള്ള ദൈവത്തെ സേവിച്ച മനുഷ്യനല്ല. അപ്പോ വിശ്വാസത്താൽ പറയുന്ന വാക്കുകളാണ് നടക്കുന്നത് എന്ന് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കും. ഇതാണ് അതിനകത്തിലെ സത്യം. പലർക്കും അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥന, ദാനിയേൽ അതിനകത്ത് പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നില്ല. ദാനിയേൽ സാധാരണഗതിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ അത് 10ാമത്തെ വാക്യത്തിനകത്തുണ്ട്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികയുടെ മുറിയിൽ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടകുത്തി തന്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. അത് സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ ദാനിയേൽ അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ള ഒരു തത്വം ഇതിനകത്ത് കിടപ്പുണ്ട്. എന്താണ്? നീതി അന്വേഷിച്ച് നടക്കുന്ന ദാനിയേൽ. എന്നാൽ രാജനീതി പ്രഖ്യാപിച്ചു ആര്? രാജാവ്. രാജനീതി എന്തായിരുന്നു? അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി
സന്ധ്യ വരെ പരിശ്രമിച്ചു നോക്കി, പറ്റിയില്ല. മാനുഷിക കരത്താൽ പറ്റുകയില്ല എന്ന് കണ്ടപ്പോൾ ആ ദാനിയേലിന്റെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു ആ രാജാവ് ദാനിയേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തു. അത് നമുക്ക് പലരും ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായത്തിനകത്ത് കാണാൻ സാധിക്കും. അത് ചന്ദ്രകമേശ അവേന്ദ്രബോവിന്റെ വിഷയത്തിൽ വാളിന്റെ വായ്ക്ക് തെറ്റി എന്താണ് വിശ്വാസത്താൽ ആരാണ് പത്രോസ് വാളിനെ കൊല്ലാനായിട്ടിരുന്നതാണ്, വാളിന്റെ വായ് തെറ്റി. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അത് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ആര്? പൗലോസ് ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. പഴയ നിയമ വിശുദ്ധന്മാർ അനേകര് അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് അവർ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആരാണ്? മാർത്താ മറിയയുടെ വിഷയത്തിൽ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. അനേകരും മരിച്ചു കർത്താവിന്റെ നാമത്തിൽ. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ചെയ്തത്? ദൈവത്തോടുള്ള സ്നേഹം. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യര് എന്തിനാണ് ദൈവത്തെ സേവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടി. ഇന്ന് ഞാൻ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു ഹൈന്ദവ സ്ത്രീ അവരുടെ ഇന്ന് ആ സാക്ഷ്യം കേട്ടിരുന്ന, സത്യം പറയാൻ ഹൃദയം പൊട്ടിപ്പോയി ആ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പം. അത്രയ്ക്കും പ്രതികൂലത്തിൽ കൂടെ പോയി അവര് രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അതിനുശേഷം അവർക്കൊരു അനർത്ഥം ഉണ്ടായപ്പോ അനേക ദൈവമക്കൾ പറഞ്ഞു ഇവർ വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ലെന്ന്. ഇത് ഞാനും കേട്ടതാണ്, എന്നെ കുറിച്ചും പറഞ്ഞത്. ദൈവമക്കളെ, നമ്മള് ഒരു വിശ്വാസത്തിൽ ഉയർന്നുകൊണ്ട് അവരെ കുറിച്ച് പബ്ലിക്കായിട്ട് പറയാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യരാണ് അനേകര്. എന്തുകൊണ്ടാണ്? അത് സ്നേഹമല്ല. അങ്ങനത്തെ ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അതിനകത്ത് നമുക്ക് വ്യത്യാസം വരണം. നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം എടുത്താട്ട്, ലൂക്കോസിന്റെ സുവിശേഷം കർത്താവിദാസി എടുത്താട്ട് ഞാൻ വേറൊരു വായനഭാഗം വായിക്കുന്നു. പൗലോസ് റോമാലേഖനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35 മുതൽ ഞാൻ വായിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഞാൻ പല പറഞ്ഞാണ് 2 പേര് സ്നേഹിക്കുന്ന 2 യുവതലമുറയിലുള്ള 2 പേര് സ്നേഹിക്കുന്നവരെ വേർപിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവര് മരിക്കാൻ തയ്യാറാണ്. അവരോട് ചോദിക്കാണ് അവിടെ നിനക്ക് ഇനി പോയാൽ എങ്ങനെ ജീവിക്കുക അതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് എന്നറിയാം, ഐ ലവ് ഹിം, ഐ ലവ് ഹെർ. ഈ സ്നേഹത്തിന്റെ മുന്നിൽ അവരുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ കാണുന്നില്ല. എന്നാൽ ദൈവമക്കള് മുന്നിൽ വരാൻ കിടക്കുന്ന പ്രശ്നങ്ങളെ ഓർത്തിട്ട് ദൈവത്തോടുള്ള സ്നേഹം വിട്ടുപിരിഞ്ഞ് എങ്ങനെങ്കിലും എന്റെ കാര്യം ഒന്ന് സാധിച്ചു കിട്ടണം, അത് മാത്രം നോക്കി നടക്കുകയാണ്. അങ്ങനെയല്ല ദൈവമക്കളെ വേണ്ടത്. ഞാൻ ഈ ദൈവഭാഗത്ത് വന്ന് ഞാൻ അവൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 10-30 വർഷം മുമ്പ്, അല്ലെന്നുണ്ടെങ്കിൽ 1996 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഞാൻ പലവട്ടം ചിന്തിച്ചു, ഇനി എൻ്റെ ജീവിതം അധികകാലം ഇല്ല, മണ്ണോട് മണ്ണായി പോകേണ്ട സമയം എന്നേ കഴിഞ്ഞതാണ്. ഈ ദൈവത്തെ സ്നേഹിക്കാനല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് മുന്നിലിരിക്കുന്ന പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഒന്നും ഐ ഡോണ്ട് കെയർ. ഞാൻ അതുകൊണ്ട് ഒന്നും കെയർ ചെയ്യാറില്ല. അതല്ല എൻ്റെ വിഷയം. ഐ ലവ് ഹിം ബിക്കോസ് ഹി ലവ്ഡ് മീ. അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ സ്നേഹിച്ചതാണ്, ഞാൻ അവനെ സ്നേഹിച്ച് ഓടിച്ചെന്നതല്ല.
ആ സ്നേഹമാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ സ്നേഹം കൊണ്ടാണ് ഇവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാതെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. കാടുകളിലും ഗുഹകളിലും മലകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് വായിക്കുന്ന ഉടനെ നമ്മൾ എപ്പോഴും ഓർത്തു കൊള്ളണം, അവര് ഇതൊന്നും യോഗ്യമായിരുന്നില്ല എന്ന് കരുതാനുള്ള കാരണം എന്തായിരുന്നു? അവര് ക്രിസ്തുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ട്? അതിന് 36-ാമത്തെ വാക്യം, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അതൊക്കെ വിവരിക്കാൻ ഒത്തിരിയുണ്ട്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ഉറയ്ക്കാൻ പഠിക്കണം. എന്തും വരട്ടെ, who don't care. കർത്താവ് ഏതായാലും ഈ ലോകത്തിൽ അല്പകാലമുണ്ട്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്കും കഴിയുകയില്ല. ആ ഉറച്ച സ്നേഹത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വായിച്ചാട്ട് കർത്താവിന്റെ ദാസി ലിറ്റി ബാബു 10-ാം അധ്യായം, ലൂക്കോസിന്റെ 10-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനെ അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ ഉത്തരം പറഞ്ഞു. അവനവനോട് നീ ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞു. ചോദ്യം എന്തായിരുന്നു? നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അദ്ദേഹത്തിന്റെ ചോദ്യം നിത്യജീവനാണ്. അനേകർക്ക് ഇന്ന് നിത്യജീവനാണ് ചോദ്യം. അല്ലെ ആത്മാവിന്റെ ശാന്തി, നിത്യശാന്തി എന്നൊക്കെ പല രീതിയിലും അല്ലെങ്കിൽ ആത്മാവിന്റെ മോക്ഷം പല രീതിയിലും പല ഭാഷയിലും പറയാറുണ്ട്. അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്, മരണത്തിൽ നിന്നുമുള്ള രക്ഷ. നിത്യത അല്ലെന്നുണ്ടെങ്കിൽ നിത്യ നരകമാണ് മനുഷ്യർക്ക് വിധിച്ചിരിക്കുന്നത്. ഇതിനകത്തു നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് വന്ന് അതൊരു കഥയായി മാറിയിരിക്കുന്ന അനേക ക്രിസ്ത്യാനികൾക്ക്. ഇറ്റ്സ് എ സ്റ്റോറി. Yes, it is a story. That is his story. That is his story. അത് അവന്റെ സ്റ്റോറിയാണ്, അത് ഹിസ്റ്ററിയാണ്. മക്കളെ, അവൻ എന്തിനു വേണ്ടിയായിരുന്നു മരിച്ചത്? ആർക്കു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കാരണം എന്താണെന്നറിയാമോ? അതിനൊരാൾ വില കൊടുത്തു. ന്യായശാസ്ത്രി പറഞ്ഞത് ചോദിച്ചു, നിത്യജീവനാവകാശം ഞാൻ എന്ത് ചെയ്യണം? അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് അവനെ യാഗമർപ്പിക്കണം. അബ്രഹാം പിന്നെ തിരിഞ്ഞൊന്നും ചിന്തിച്ചില്ല. പലരും പ്രസംഗിക്കുന്നുണ്ട് അബ്രഹാം വലിയ മനസ്സിന് ഭയങ്കര ഭാരമായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. ഈ പ്രാസംഗികർ അവരുടെ സ്റ്റൈലിൽ പറയുന്നുണ്ട്. അബ്രഹാം സാറായോട് പറഞ്ഞില്ല, സാറായോട് പറഞ്ഞിരുന്നെങ്കിൽ സാറായോട് വിട്ടു അയക്കത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ രീതിയല്ല സാറായുടേത്. ഇപ്പോഴത്തെ സാറാമാരല്ല അന്നത്തെ സാറായ.
ഇപ്പോഴത്തെ സാറായെ വെച്ചുകൊണ്ട് അന്നത്തെ സാറായെ കാണരുത്. ഇന്നത്തെ അബ്രഹാം അല്ല, അന്നത്തെ അബ്രഹാം. ആ അബ്രഹാം പിതാവ് സകലതും വിട്ട് ഇറങ്ങി തിരിച്ചത് ആ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. ആ ദൈവത്തെ സ്നേഹിച്ചാണ് ഇറങ്ങി തിരിച്ചത്. തനിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കണ്ടുപോലുമില്ല. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതിന് നമുക്ക് ആ ഭാഗത്ത് നിങ്ങൾ നോക്കണം. ഞാൻ അതങ്ങ് വായിച്ചു വിടാൻ പോവാണ്, നമുക്ക് സമയമില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും എടുത്തു വായിക്കാൻ. ബാലന്റെ മേൽ കൈവെക്കരുത്, 12-ാമത്തെ വാക്യം. അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. എപ്പോഴാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത്? 75-ാമത്തെ വയസ്സിൽ ഹാരാനിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു. നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, നീ സകലത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ അനുസരിച്ചവനാണ് അബ്രഹാം സകലത്തിലും. അങ്ങനെ വന്ന അബ്രഹാം തനിക്ക് മകൻ ജനിക്കുന്നു. അതെന്താണെന്നറിയാമോ? 100 വയസ്സുള്ളപ്പോൾ. 25 വർഷം കഴിഞ്ഞു. 100 വയസ്സുള്ളപ്പോൾ മകൻ ജനിക്കുന്നു. മകന് 10-20 വയസ്സായപ്പോഴാണ് മകന്റെ തലയിൽ, അത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം, മകന്റെ തലയിലോട്ട് ചുമടെടുത്ത് വെക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ തലയിൽ വിറക് വെക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെ എടുത്തു തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. മതി. ഇവ ലിറ്റി ബാബു എന്ന് പറഞ്ഞേ ഒരു ചുമടെടുത്ത്, വിറക് ചുമടെടുത്തിട്ട് ഒരു മകന്റെ മുകളിൽ കുഴക്കണമെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ എത്ര വയസ്സ് കാണും? കുറഞ്ഞത് 3-4 വയസ്സുള്ള കുഞ്ഞായിരിക്കുമോ? അല്ല, കുറച്ചത് ഒരു 10-20 വയസ്സെങ്കിലും കാണും. അവൻ യൗവനക്കാരനാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ആ യൗവനക്കാരനെ തലയിൽ വെച്ചു കൊണ്ടുവരുന്നു. അപ്പൊ എത്ര വർഷം കഴിഞ്ഞു? 25-ഉം 20-ഉം കൂടെ കൂട്ടിക്കോ, 45 വർഷം കഴിഞ്ഞപ്പോഴേ ദൈവം പറയുന്നത് എന്താണെന്ന് നോക്കിക്കോണം. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. നമ്മൾ എന്തോ കൊടുക്കുന്നു കർത്താവിന്? നമ്മൾ എന്താ കൊടുക്കുന്നത്? കർത്താവ് പറഞ്ഞൊന്ന് അനുസരിക്കാൻ പോലും പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. ആ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അത് മക്കളെ, നമുക്ക് ചേഞ്ച് ആകണം. നമ്മൾ ചേഞ്ച് ആകണം. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. എന്നിട്ട് പറയാണ് 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നീ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട്. നമ്മൾ കർത്താവിന്റെ വാക്ക് എത്ര അനുസരിക്കുന്നു എന്ന് അവരവരാണ് ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും, ആരുമില്ല അനുഗ്രഹം വേണ്ടെന്ന് പറയുന്നവര്. എല്ലാവർക്കും അനുഗ്രഹം വേണം. പക്ഷെ നമ്മൾ എന്തുമാത്രം കർത്താവിനെ അനുസരിക്കുന്നു എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം.
1 യോഹന്നാൻ 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. 1 യോഹന്നാൻ 4:17-18. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ആയിരിക്കുന്നു. കർത്താദാസനെ അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ട് 17-ാമത്തെ വാക്യം. 1 John chapter 4 verse 17. Love has been perfected among us in this, that we may have boldness in the day of judgment, because as He is, so are we in this world. As He is, we are in this world. അവൻ ഇരിക്കുന്നത് പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. മക്കളെ, അത്രയ്ക്കും വലിയ അതോറിറ്റിയും പവറും എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം കർത്താവിനെ സ്നേഹിക്കുന്നു. അത് മാത്രമല്ല, എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചെന്താണ്? അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്തുകൊണ്ട്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തുമാത്രം കർത്താവിനെ അനുസരിക്കണം, എന്തുമാത്രം കർത്താവിനെ സ്നേഹിക്കണം എന്ന് ഓരോരുത്തരും ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. രാത്രികാലവും നമ്മളെ കേൾപ്പിക്കാം. നല്ല ദൈവികാരാധനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എബ്രായ ലേഖനം 11 വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവര് അവസാന ഭാഗങ്ങളാണല്ലോ ചിന്തിച്ചത്. 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങള്. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിന് യോഗ്യതയുണ്ടോ എന്ന് പോലും വായിക്കാനായിട്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഭാഗങ്ങളാണല്ലോ. കർത്താവിനെ സ്നേഹിച്ച ഒരു കൂട്ടര്, അത് നിമിത്തം എല്ലാം ഉപേക്ഷിക്കുന്നതായ ഒരു കൂട്ടര്. സ്തോത്രം. അതൊക്കെ നമുക്കൊരു പാഠമാകട്ടെ. കർത്താവിനെ സ്നേഹിപ്പാൻ, കർത്താവിന്റെ വഴികളിൽ നടക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനൊക്കെ ഈ വാക്യങ്ങൾ, ഈ വചന പഠനമൊക്കെ നമുക്ക് ഉത്തേജനമാകട്ടെ, അതിനകത്ത് ഉപകരിക്കട്ടെ. സ്തോത്രം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട്, കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രികാലവും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.